വെൽക്കം ടു അലാമി കിച്ചൺ. നമ്മൾ ചെയ്യുന്നത് ഒരു കായ് ഹലുവൻ്റെ റെസിപ്പിയാണ്. കായ് ഹലുവ നമ്മൾ ഉണ്ടാക്കാൻ കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ. പഴം, പഞ്ചസാര, കുറച്ച് ഗീ, പിന്നെ കുറച്ച് നമ്മളിതിൽ കോൺഫ്ലോറും മൈദയും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും സാധനത്തിൻ്റെ ആവശ്യമുള്ളൂ. ഞാനിവിടെ 4 കിലോ കായ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അളവ് എന്ന് പറയുന്നത് നേരെ പകുതിയാണ് നമ്മൾ പഞ്ചസാര എടുക്കേണ്ടത്. പക്ഷേ ഇത് നല്ലോണം പഴുത്ത് നല്ല മധുരമുള്ള പഴമായതുകൊണ്ട് ഇതിലേക്ക് 1.25 കിലോ പഞ്ചസാരയാണ് എടുത്തത്. ഇതിപ്പോൾ നമ്മൾ കായ് നല്ലോണം പഴുത്ത കായ് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട. മിക്സിയിൽ നിന്ന് നമ്മൾ തൊലി കളഞ്ഞിട്ട് അതിലിട്ടാൽ നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. അപ്പോൾ ആ ഒരു പേസ്റ്റിലേക്ക് നമ്മൾ ഉരുളിയിൽ അടിയട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഇളക്കി വരുമ്പോൾ അതൊന്ന് ലൂസായി വരും. ആ പഞ്ചസാരയെല്ലാം മെൽറ്റാകുന്ന സമയത്ത് അത് ലൂസായിട്ട് വരും. ആ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോറും 1/2 കപ്പ് മൈദയും 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കായും പഞ്ചസാരയെല്ലാം നല്ലോണം മെൽറ്റായി നന്നായിട്ട് യോജിച്ച് വന്ന് കുറച്ചൊന്ന് വറ്റി വരുമ്പോഴാണ് നമ്മളിത് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു മൈദയും കോൺഫ്ലോറും ചേർക്കുന്നത് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ആണെങ്കിൽ ഈ മൈദയും കോൺഫ്ലോറും നമ്മൾ ചേർത്ത് കൊടുക്കണ്ട. വെറുതെ പഴം വരട്ടി വരുമ്പം തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹലുവ കിട്ടും. ഇതിപ്പോൾ അത് ചേർക്കാണ്ടും ഉണ്ടാക്കിയെടുക്കാം. സെയിം ഈ ഒരു റെസിപ്പി തന്നെ ഫോളോ ചെയ്താൽ മതി. ഞാനിപ്പോഴും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്. 4 കിലോ കായ്ക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയാണ് 1.25 കിലോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ഗീ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം ഇളക്കിയെടുക്കാൻ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് ഇളക്കുമ്പോൾ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ഗീയെല്ലാം നന്നായിട്ട് ഉള്ളിലേക്ക് പിടിച്ച് ഹലുവക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു അളവിൽ ഗീ നമ്മളെടുത്തത് 1 കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല. ഒരു 250 ml ഒരു കപ്പിൽ കുറച്ചിട്ട് അതിൽ ട്രയലെല്ലാം എണ്ണ തടവാൻ വേണ്ടിയിട്ടുള്ള എണ്ണ മാത്രം ബാക്കി വെച്ച് ബാക്കി മുഴുവനും ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്കായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, ഒന്നിച്ചിട്ട് ചേർത്ത് കൊടുക്കരുത്. ഹലുവ ഏകദേശം ആയി വരുമ്പോൾ അതിൽ അണ്ടിപ്പരിപ്പ്, ബദാം, അങ്ങനത്തെ ഡ്രൈ നട്ട്സ് നമ്മൾ ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഗീ നമുക്ക് ഇഷ്ടമുള്ള അത്ര ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഗീയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കൈവെക്കാണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ പഞ്ചസാര ഉള്ള ഐറ്റംസ് ആയതുകൊണ്ട് ഹലുവ ആയതുകൊണ്ട് തന്നെ അടിയിൽ പെട്ടെന്ന് പിടിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല കൈവെക്കാണ്ട് തന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഹലുവ റെഡിയാക്കി എടുക്കാൻ. ഹലുവ റെഡിയാക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഹലുവ എടുത്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രേ റെഡിയാക്കണം. അപ്പോൾ അതിൽ കുറച്ച് ഗീയും അണ്ടിപ്പരിപ്പെല്ലാം വിതറിയിട്ടുണ്ട്. കുറച്ച് വൈറ്റ് എള്ളുള്ളതുകൊണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കാണാൻ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. ഇതിപ്പോൾ ഒരു വലിയ ട്രേയിലും അതുപോലെ തന്നെ ഒരു ചെറിയ ട്രേയിലുള്ള ഹലുവയാണ് കിട്ടിയത്. ഹലുവ പാകമായാൽ പിന്നെ നമ്മളത് ഉരുളിയിൽ അധിക സമയം വെക്കാണ്ട് പെട്ടെന്ന് തന്നെ അത് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ആ ഉരുളിയിൽ കിടന്നിട്ട് അത് മൂത്ത് വരും. പിന്നെ ഹലുവ ഭയങ്കര കട്ടിയായി പോവും. അതുകൊണ്ട് റെഡിയായ സമയത്ത് തന്നെ നമ്മൾ അത് വേഗം തന്നെ ഉരുളിയിൽ നിന്ന് മാറ്റിയെടുക്കണം. ചെറിയ ക്വാണ്ടിറ്റിയിലെല്ലാം ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഫ്രൈ പാനിൽ ചെയ്തെടുക്കാം. അപ്പോൾ 1 കിലോ പഴം എടുക്കുന്നുണ്ടെങ്കിൽ 1/2 കിലോ പഞ്ചസാരയിൽ കുറച്ച് കുറയ്ക്കുക. ഒരു 400-450 ഗ്രാമെല്ലാം പഞ്ചസാര എടുത്താൽ മതി. അപ്പോൾ മധുരം കറക്റ്റായിരിക്കും. ഇനിയിപ്പോൾ നല്ല മധുരമുള്ള പഴമാണെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ കുറക്കാം. ട്രേയിൽ കോരിയിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം.
കുറച്ച് മേലയിൽ ഗീ ഇട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇതുപോലത്തെ ട്രേ തന്നെ വേണമെന്നില്ല, നമുക്ക് സ്റ്റീലിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ ടിഫിൻ ബോക്സ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കോരിയിട്ടിട്ട് സെറ്റാക്കി എടുത്താൽ മതി. ഇതിൽ നമ്മളിപ്പോൾ പഴത്തിൻ്റെ എസൻസോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലേവർ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. മാത്രമല്ല നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. പഴം, അതുപോലെ തന്നെ പഞ്ചസാര, പിന്നെ ഗീ, ഇത്രയും 3 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. കോൺഫ്ലോറും മൈദയും ചേർക്കുന്നത് ഒന്ന് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഇതൊന്ന് സെറ്റായതിനു ശേഷം മേലേലും ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ നല്ല പഴുത്ത പഴം ആരും കഴിക്കാത്ത അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ മിക്സിയിലിട്ട് അടിച്ച് പെട്ടെന്ന് ഹൽവ റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. കുട്ടികൾക്ക് വരെ വേണമെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഹൽവൻ്റെ റെസിപ്പിയാണ് കായ് ഹൽവ. പഴത്തിൻ്റെ ചെറിയൊരു പുളിപ്പും ഹലുവൻ്റെ നല്ല മധുരവും എല്ലാം കൂടിയിട്ട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹലുവയാണ് കായ് ഹലുവ. അതുപോലെ തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്യാനും പറ്റും. നമ്മളടുത്തിപ്പോൾ ഇതുപോലത്തെ ഒരു ട്രേ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് റിമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. മറ്റേതും ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കിട്ടും. പക്ഷെ ഇത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നല്ല കളറും നല്ല സ്ട്രക്ചറും ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ റെഡിയായി. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മൾ ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങിക്കുന്നതിലും വീട്ടിൽ നിന്ന് തന്നെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. അതുപോലെ പഴം കഴിക്കാത്ത കുട്ടികൾക്കെല്ലാം ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.